ബ്രിട്ടനിലെ ഔദ്യോഗിക സഭയായ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് സഭയിലെ മലയാളി ലിവർപൂൾ ബിഷപ്പിനെതിരെ ലൈംഗിക ആരോപണവുമായി 2 സ്ത്രീകൾ വന്നിരിക്കുന്നു. അതിലൊന്നൊരു വനിതാ ബിഷപ്പാണ്. പരാതി നൽകിയതിൽ ഒരാൾ വനിതാ ബിഷപ്പാണ് എന്നത് ആരോപണത്തിൻ്റെ ശക്തി കൂട്ടുന്നു. ഒപ്പം ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ബിഷപ്പുമാരുടെ സമ്മർദ്ദ രാഷ്ട്രീയ തന്ത്രമുണ്ടോ എന്നും സംശയം വരുന്നുണ്ട്. ലിവർപൂൾ ബിഷപ്പായ ഡോക്ടർ ജോൺ പെരുമ്പളത്ത് ലൈംഗികമായി ചൂഷണം ചെയ്തതെന്ന ആരോപണമാണ് ഈ വനിതാ ബിഷപ്പ് ഉയർത്തിയിരിക്കുന്നത്. മറ്റൊരു സ്ത്രീ തന്നെ കയറി പിടിച്ചു എന്ന പരാതിയാണ് 59-കാരനായ ജോൺ പെരുമ്പളത്തിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ആരോപണങ്ങൾ ശരിയെന്ന് തെളിഞ്ഞാൽ ജോൺ പെരുമ്പളത്തിന് ബ്രിട്ടനിൽ അഴിയെണ്ണേണ്ടി വരും. തനിക്കെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങൾ നിഷേധിച്ച ബിഷപ്പ് ജോൺ പെരുമ്പളത്ത് ഇപ്പോൾ തന്നെ ശക്തമായി രംഗത്തെത്തിയിട്ടുമുണ്ട്. എങ്കിലും ബിഷപ്പ് ജോണിൻ്റെ രാജിക്കായി ഇപ്പോൾ സഭയ്ക്കുള്ളിൽ സമ്മർദ്ദം ശക്തമാകുകയാണ്. കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ച വൈദികർക്കെതിരെ ഉയർന്ന പരാതിയിൽ നടപടി എടുക്കാതെ പൂഴ്ത്തിവെച്ചത് പുറത്തായതോടെ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ മേലധ്യക്ഷൻ കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് ജസ്റ്റിൻ വിൽബി രാജിവെച്ചൊഴിഞ്ഞത് 2 മാസം മുമ്പ് മാത്രമാണ്. തൊട്ടു പിന്നാലെയാണ് ലിവർപൂൾ ബിഷപ്പിനെതിരെയും ലൈംഗിക അതിക്രമ പരാതി ഉയർന്നത്. ഇതോടെ സഭ ഒന്നാകെ നാണം കെട്ട് നിൽക്കുകയാണ്. ലിവർപൂൾ ബിഷപ്പായ ഡോക്ടർ ജോൺ പെരുമ്പളത്ത് വയനാട് മാനന്തവാടി സ്വദേശിയാണ്. ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ സഭയിലെ വൈദികനായി തൻ്റെ പൗരോഹിത്യ ജീവിതം ആരംഭിച്ച അദ്ദേഹം 2001 ഇംഗ്ലണ്ടിലേക്ക് എത്തുന്നത്. 2023 എസെക്സിൽ വച്ചാണ് 2 ലൈംഗിക അതിക്രമങ്ങളും ഉണ്ടായതെന്നാണ് ചാനൽ 4 അന്വേഷണത്തിൽ പറയുന്നത്. എസെക്സ് ചെംസ്ഫോർഡ് രൂപതാ ബിഷപ്പായിരുന്ന കാലത്ത് ഒരു സ്ത്രീയെ അനുവാദമില്ലാതെ കയറി പിടിച്ചു എന്നാണ് ആദ്യത്തെ പരാതി. ഇതേ കാലഘട്ടത്തിലാണ് വനിതാ ബിഷപ്പിനെതിരെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന മറ്റൊരു പരാതി വന്നത്. ഈ വനിതാ ബിഷപ്പും പീഡനത്തിനിരയായ സ്ത്രീയും നേരിട്ട് ചാനൽ 4 തങ്ങളുടെ അനുഭവം ക്യാമറയ്ക്ക് മുന്നിൽ പങ്കുവച്ചതാണ് ബിഷപ്പിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിനയായിരിക്കുന്നത്. ബ്രിട്ടൻ്റെ ഔദ്യോഗിക സഭയാണ് ചർച്ച് ഓഫ് ഇംഗ്ലണ്ട്. ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ കിരീടാവകാശികളെ വാഴിക്കുന്നത് സഭയുടെ അധ്യക്ഷനായ കാൻറ്റർബറി ആർച്ച് ബിഷപ്പാണ്. ഇവർക്ക് ബ്രിട്ടീഷ് പാർലമെന്റിലെ ഉപരിസഭയായ പ്രഭുസഭയിൽ അംഗത്വത്തിന് വരെ അർഹതയുണ്ട്. അതുകൊണ്ട് തന്നെ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൽ ബിഷപ്പ് പദവി ഏറെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് വേലി തന്നെ വിളവ് തിന്നുന്ന ഈ പ്രവൃത്തിക്കെതിരെ സഭാവിശ്വാസികൾ പരസ്യമായി രംഗത്തെത്തിയതും. ഡോക്ടർ ജോൺ പെരുമ്പളത്തെ കൂടാതെ മറ്റൊരു മലയാളി ബിഷപ്പ് കൂടി ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിലുണ്ട്. ഇവർക്ക് ബ്രിട്ടീഷ് പാർലമെന്റിലെ ഉപരിസഭയായ പ്രഭുസഭയിൽ അംഗത്വത്തിന് വരെ അർഹതയുണ്ട്. അതുകൊണ്ട് തന്നെ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൽ ബിഷപ്പ് പദവി ഏറെ പ്രാധാന്യമുള്ളതാണ്. പക്ഷേ തനിക്കെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് ബിഷപ്പ് ജോൺ പെരുമ്പളത്ത് രംഗത്തെത്തിയിട്ടുണ്ട്. നാഷണൽ സേഫ് ഗാർഡ് ടീമിൻ്റെ എല്ലാവിധ അന്വേഷണങ്ങളുമായി സഹകരിക്കാൻ താൻ തയ്യാറാണെന്നാണ് ബിഷപ്പ് പറയുന്നത്. ഈ അനുഭവങ്ങളിലൂടെ താൻ പല പാഠങ്ങളും പഠിച്ചുവെന്നും ബിഷപ്പ് പരസ്യമായി പ്രതികരിക്കുന്നു. ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് അധികൃതർ ബിഷപ്പ് ജോണിന് പ്രതിരോധം തീർത്ത് രംഗത്തുണ്ട്. അതേസമയം അതേ സഭയിലെ ഒരു വനിതാ ബിഷപ്പ് ഉയർത്തിയ പരാതിയിൽ ഗൗരവകരമായ അന്വേഷണം വേണമെന്ന് തന്നെയാണ് ഇംഗ്ലണ്ടിലെ വിശ്വാസികളും സഭാ അധികൃതരും ആവശ്യപ്പെടുന്നത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 0208586651 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.